കാത്തിരിപ്പിന് വിരാമൂട്ടുണ്ട് നിരവധി ചിത്രങ്ങളാണ് ഈ ആഴ്ച OTT റിലീസിനെത്താൻ പോകുന്നത്. അതോടൊപ്പം തന്നെ നിരവധി ചിത്രങ്ങളുടെ ഡേറ്റ് കൺഫേംഡ് ആയിട്ടുള്ള അപ്ഡേറ്റ്സ് വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇന്നൊരു ചിത്രം സർപ്രൈസ് ആയിട്ട് OTT റിലീസിനെത്തുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പങ്കുവെക്കാൻ പോകുന്ന ഈ ഒരു അപ്ഡേറ്റുകളൊക്കെയാണ്. അപ്പോൾ വീഡിയോ ആയിട്ട് പോകുന്നതിന് മുമ്പായിട്ട് അതുമായിട്ട് ചാനൽ കാണുന്ന സുഹൃത്തുക്കാണെങ്കിൽ പുത്തം പുതിയ സിനിമാ വിശേഷങ്ങൾക്ക് OTT അപ്ഡേറ്റ്സുകൾക്ക് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. ഇന്ന് സർപ്രൈസ് ആയിട്ട് OTT റിലീസിനെത്തിയ ചിത്രം ഏതെന്ന് നോക്കുകയാണെങ്കിൽ പഴഞ്ചൻ പ്രണയം എന്ന് പറയുന്ന ഒരു മലയാള ചിത്രമാണ്. നമ്മുടെ റോണി വർഗീസും അതോടൊപ്പം വിൻഷി അലോഷ്യസും കേന്ദ്ര കഥാപാത്രത്തിൽ എത്തിയ ചിത്രമായിരുന്നു. തിയേറ്ററുകളിൽ കാര്യമായിട്ടുള്ള ചലനമൊന്നും സൃഷ്ടിക്കാത്ത ചിത്രം ഇപ്പോഴത്തെ സൈന പ്ലേയിൽ ലഭ്യമാണ്. അപ്പോൾ ഈ സിനിമ കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് സൈന പ്ലേ വഴി ഇന്നു മുതൽ ഈ സിനിമ കാണാൻ സാധിക്കുന്നതായിരിക്കും. അതോടൊപ്പം ഈ ആഴ്ച നിരവധി ചിത്രങ്ങളാണ് OTT റിലീസ് എത്താൻ പോകുന്നത്. അതിൽ ഒന്നാമത്തെ ചിത്രം എന്ന് നോക്കുകയാണെങ്കിൽ നമ്മുടെ കുഞ്ചാക്കോവനും അതോടൊപ്പം സുരാജ് വെഞ്ഞാറമൂട് തുടങ്ങിയവർ കേന്ദ്ര കഥാപാത്രത്തിൽ ഗർ എന്ന് പറയുന്ന സിനിമയാണ്. ചിത്രത്തിന്റെ ഡിജിറ്റൽ റൈറ്റ്സ് ഇല്ലാതെ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ സ്വന്തമാക്കിയിട്ടുണ്ട്. ചിത്രം ഈ വരുന്ന ഓഗസ്റ്റ് മാസം 20 ചിത്രം റിലീസ് ചെയ്യുന്ന അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സിനിമ കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് തിങ്കളാഴ്ച രാത്രിയോടുകൂടി തന്നെ ഈ ഒരു സിനിമ കാണാൻ സാധിക്കുന്നതായിരിക്കും. അതോടൊപ്പം ഈ ആഴ്ച റിലീസ് ചെയ്യുമ്പോൾ മറ്റൊരു ചിത്രത്തിന്റെ ഡേറ്റ് ഒരു ദിവസം നേരത്തെ ആക്കിയിട്ടുണ്ട്. അത് നമ്മൾ ഏവരും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രമാണ്. നമ്മുടെ പ്രഭാസ് കേന്ദ്ര കഥാപാത്രത്തെ കൽക്കി 2898 AD എന്ന് പറയുന്ന സിനിമയുടെ ചിത്രത്തിന്റെ സൗത്ത് ഇന്ത്യൻ റൈറ്റ്സ് തന്നെ ആമസോൺ പ്രൈം വീഡിയോസ് ആണ് സ്വന്തമാക്കി നമ്മൾ നേരത്തെ തന്നെ അറിയിച്ചാണ്. ആമസോൺ പ്രൈം വീഡിയോസ് നേരത്തെ 23 റിലീസ് ചെയ്യുന്ന അറിയിച്ചെങ്കിലും 22 ചിത്രം റിലീസിന് എത്തുന്നതായിരിക്കും. മലയാളം, തമിഴ്, തെലുങ്ക്, ഹിന്ദി തുടങ്ങിയ ഭാഷകൾ മാത്രമാണ് 22 എത്തുന്നത്. 23 ചിത്രത്തിന്റെ ഹിന്ദി റിലീസ് നെറ്റ്ഫ്ലിക്സ് വഴി നടത്തുന്നതെന്ന് അറിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം ഈ വെള്ളിയാഴ്ച റിലീസിനെത്താൻ പോകുന്ന മറ്റു ചിത്രങ്ങൾ ഏതൊക്കെയാന്ന് നോക്കണം. മലയാളത്തിൽ നിന്നും മറ്റൊരു ചിത്രം കൂടി ഈ ആഴ്ച OTT റിലീസിനെത്താൻ പോകുന്നത് സ്വകാര്യം സംഭവ ബഹുലം എന്ന് പറയുന്ന സിനിമയാണ്. ചിത്രം തിയേറ്ററുകളിൽ റിലീസ് ചെയ്തെങ്കിലും കാര്യമായിട്ടുള്ള ചലനങ്ങളൊന്നും തന്നെ സൃഷ്ടിക്കാത്ത ചിത്രമായിരുന്നു. ചിത്രത്തിന്റെ ഡിജിറ്റൽ റൈറ്റ്സ് എല്ലാം തന്നെ മനോരമ മാക്സ് ആണ് സ്വന്തമാക്കിയിട്ടുള്ളത്. മനോരമ മാക്സ് ഈ വരുന്ന ഓഗസ്റ്റ് മാസം 23 ഈ ഒരു സിനിമയെ സ്ട്രീമിംഗ് ചെയ്യുന്ന അറിയിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ് നമുക്ക് കാത്തിരിക്കാൻ ചിത്രത്തിന്റെ OTT റിലീസിനായിട്ട്. അതോടൊപ്പം ഈ വെള്ളിയാഴ്ച റിലീസിനെത്താൻ പോകുന്ന മറ്റൊരു ചിത്രം എന്ന് നോക്കിയാണ് നമ്മുടെ ദിലീപേട്ടൻ കേന്ദ്ര കഥാപാത്രത്തിലെത്തിയ പവി കെയർടേക്കർ എന്ന് പറയുന്ന സിനിമയാണ്. ചിത്രത്തിന്റെ ഡിജിറ്റൽ റൈറ്റ്സ് എല്ലാം തന്നെ മനോരമ മാക്സ് സ്വന്തമാക്കി നമ്മൾ നേരത്തെ തന്നെ അറിയിച്ചാണ്. അതൊക്കെയാണ് കമ്മിങ് സൂൺ ലിസ്റ്റ് തന്നെയാണ് ഇപ്പോഴും പവി കെയർടേക്കർ മനോരമ മാക്സ് നമുക്ക് കാണാൻ സാധിക്കുക. ഒരുപക്ഷെ ഈ വരുന്ന ഓഗസ്റ്റ് മാസം 23 അല്ലെങ്കിൽ ഓഗസ്റ്റ് മാസം 30 ആയിട്ട് നമുക്ക് മനോരമ മാക്സ് വഴി ഈ സിനിമ കാണാൻ സാധിക്കുന്ന പ്രതീക്ഷിക്കാം. അതോടൊപ്പം ഈ വെള്ളിയാഴ്ച റിലീസിനെത്താൻ പോകുന്ന മറ്റൊരു ചിത്രം എന്ന് നോക്കിയാൽ തമിഴിലെ ഈ ഒരു വർഷത്തെ ഏറ്റവും വലിയ ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റായിട്ട് മാറിയ രായൻ എന്ന് പറയുന്ന സിനിമയാണ്. ഏകദേശം 150 കോടിക്ക് മുകളിൽ കളക്ട് ചെയ്ത് ഈ ഒരു വർഷത്തെ മികച്ച തമിഴ് ചിത്രമായിട്ട് മാറിയ രായന്റെ OTT റൈറ്റ്സ് എല്ലാം തന്നെ ആമസോൺ പ്രൈം വീഡിയോസും സൺ നെക്സ്റ്റും ആണ് സ്വന്തമാക്കിയിരിക്കുന്നത്. ഓഗസ്റ്റ് മാസം 23 ചിത്രം റിലീസ് ചെയ്യുന്ന അറിയിച്ചിട്ടുണ്ട്. തമിഴിന് പുറമെ തന്നെ മലയാളം, കന്നഡ, തെലുങ്ക്, ഹിന്ദി തുടങ്ങിയ ഭാഷകളുടെ ആയിട്ട് നമുക്ക് ആമസോൺ പ്രൈം വീഡിയോസ് വഴി സൺ നെക്സ്റ്റ് വഴി സിനിമ കണ്ടാസ്വദിക്കാം. അതോടൊപ്പം തന്നെ മറ്റ് 2-3 ചിത്രങ്ങളുടെ ഡേറ്റ് കൺഫേംഡ് ആയിട്ടുള്ള അപ്ഡേറ്റ്സുകൾ വന്നിട്ടുണ്ട്. നമ്മുടെ ആസിഫലി അതോടൊപ്പം തന്നെ ബിജു മേനോൻ കൂട്ടുകെട്ടിൽ ഒന്നിച്ച തലവൻ എന്ന് പറയുന്ന സിനിമയുടെ ഡിജിറ്റൽ റൈറ്റ്സ് എന്നതിനെ സോണി ലൈവ് സ്വന്തമാക്കിയാൽ നമ്മൾ നേരത്തെ തന്നെ അറിയിച്ചാണ്. സെപ്റ്റംബർ മാസം 12 ചിത്രം OTT റിലീസ് ചെയ്യുന്ന അറിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ ടൊവിനോ തോമസ് കേന്ദ്ര കഥാപാത്രത്തിൽ എത്തിയിട്ടുള്ള ചിത്രമായിരുന്നു നടികർ എന്ന് പറയുന്ന സിനിമ. നിരവധി ആൾക്കാരാണ് ചിത്രത്തിന്റെ OTT റിലീസിന് വേണ്ടി കാത്തിരിക്കുന്നത്. ചിത്രത്തിൽ തിയേറ്ററിൽ വലിയൊരു പരാജയമായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ചിത്രം ഈ വരുന്ന ഓഗസ്റ്റ് മാസം 30 നെറ്റ്ഫ്ലിക്സ് വഴി റിലീസ് ചെയ്യുന്ന ഒരു അപ്ഡേറ്റ് ഒക്കെ പുറത്തു വന്നിട്ടുണ്ട്. എന്തൊക്കെയാണ് എത്രത്തോളം കൺഫേം ആണെന്ന് അറിയത്തില്ല. നമുക്ക് കാത്തിരിക്കാം ചിത്രത്തിന്റെ OTT റിലീസിനായിട്ട്. അപ്പോൾ ഇത്രയും ചിത്രങ്ങളുടെ കൺഫേംഡ് ആയിട്ടുള്ള അപ്ഡേറ്റ്സ് വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ലെവൽ ക്രോസ് എന്ന് പറയുന്ന ആസിഫ് അലി, ഷറഫുദ്ദീൻ അമരാപ്പോൾ ചിത്രത്തിന്റെ ഒരു OTT അപ്ഡേറ്റ്സ് വന്നിട്ടുണ്ട്. ചിത്രത്തിന്റെ ഡിജിറ്റൽ റൈറ്റ്സ് എല്ലാം തന്നെ നെറ്റ്ഫ്ലിക്സ് സ്വന്തമാക്കി എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിച്ചിരിക്കുക. എന്നാൽ ഡേറ്റ് കൺഫേം ആക്കിയില്ല. ഒരുപക്ഷെ നമുക്ക് സെപ്റ്റംബർ മാസത്തോടു കൂടി തന്നെ ഈ സിനിമ കാണാൻ സാധിക്കുന്നത് പ്രതീക്ഷിക്കാം. അതോടൊപ്പം തന്നെ നമ്മുടെ ആസിഫ് അലി, സുരാജ് വെഞ്ഞാറമൂട് കൂട്ടുകെട്ടിൽ ഒന്നിച്ച് അഡിയോസ് അമീഗോസ് എന്ന് പറയുന്ന സിനിമയുടെ OTT റൈറ്റ്സ് എല്ലാം തന്നെ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ സ്വന്തമാക്കി അറിയാൻ സാധിച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെയുള്ള ഒരുപക്ഷെ നമുക്ക് സെപ്റ്റംബർ മാസം ഓണം സ്പെഷ്യലായിട്ട് ഈ സിനിമ കാണാൻ സാധിക്കുന്ന പ്രതീക്ഷിക്കാം. അപ്പോൾ ഇത്തരം ചിത്രങ്ങളുടെ ഡേറ്റ് കൺഫേംഡ് ആയിട്ടുള്ള അപ്ഡേറ്റ്സുകളാണ് പുറത്തു വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ചിത്രങ്ങൾ ഏത് ചിത്രം കാണാൻ വേണ്ടിയാണ് നിങ്ങൾ പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്ന കമന്റ് ബോക്സിൽ നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പുതിയ സിനിമാ വിശേഷങ്ങൾക്ക് OTT അപ്ഡേറ്റ്സുകൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക.